ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആമന റസൂലു വിശദീകരിച്ചു വരികയാണ്. അതിൽ ലഹാമ കസബത്ത് വ അലൈഹ മക്തസബത്ത്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്താണ് ലഹാമ കസബത്ത് വ അലൈഹ മക്തസബത്ത് എന്ന് പറഞ്ഞാൽ? ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ, ഒരാളോടും അള്ളാഹു അവൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ കൽപ്പിക്കുന്നില്ല. പിന്നെ ലഹാമ കസബത്ത് വ അലൈഹ, അവരോരോ മനുഷ്യനും അവൻ സമ്പാദിച്ചത് അവൻ്റെ ഗുണത്തിനും അവൻ്റെ ദോഷത്തിനുമായിരിക്കും. ഗുണകരമായത് അവൻ്റെ ഗുണത്തിനും ദോഷകരമായത് അവൻ്റെ ദോഷത്തിനുമായിരിക്കും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. സൂറത്ത് സുമറിൽ ശ്രദ്ധിക്കാം. സൂറത്ത് സുമറിൽ അല്ലാഹു തആല ഈ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള കാലം, കുറേ തലമുറകൾ കഴിഞ്ഞു പോയി, അവസാനിച്ചു പോയി. അവർക്കൊക്കെയും അവരിൽ പലരെയും അള്ളാഹു തആല ഭൂമിയിൽ നശിപ്പിച്ച് കളഞ്ഞു. അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് സൂറത്ത് സുമറിലെ 51-ാമത്തെ ആയത്ത്. ഒന്ന് മറിച്ചാണ് എല്ലാവരും. 39-ൽ 51, 39-ാമത്തെ സൂറത്ത് സുമർ, അതിൽ 51-ാമത്തെ ആയത്ത്. സൂറത്ത് സുമറിലെ 51-ാമത്തെ ആയത്ത്, 39-ൽ 51. കണ്ടില്ലേ? ഒന്ന് ഓതിക്കണം എല്ലാവരും. ആയത്തിൻ്റെ അവസാനം നമ്പർ നോക്കണം. فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين. فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين. ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ തലമുറകളിലെ മനുഷ്യന്മാർ അവർ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. എന്താണ് ആ വാക്ക്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ. സുമറിൽ ഇപ്പം നിങ്ങൾ ഓതി ആയത്തിൻ്റെ മേലുള്ള ആയത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ കേട്ടാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് നൽകപ്പെട്ടതെല്ലാം ഞങ്ങളുടെ അറിവിൻ്റെയും ഞങ്ങളുടെ ഭൗതികമായ നേട്ടത്തിൻ്റെയും ഭൗതികമായ ഞങ്ങളുടെ കഴിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത് അള്ളാഹു ഒരു ദുരിതം നീക്കി ഒരു ഹൈറ് കൊടുക്കുന്നു, ഒരു പ്രയാസം നീക്കി കൊടുക്കുന്നു, ഒരുപാട് നിയമത്ത് കൊടുക്കുന്നു. അപ്പം ഇത് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതൊക്കെ ഞങ്ങൾ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിന്ന് പറഞ്ഞു. ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്.
ചിലപ്പോൾ നമ്മളൊരു രോഗം വന്നു, അപ്പം പല ആൾക്കാർക്കും വന്നിട്ട് മരിച്ച രോഗമാണ്, രക്ഷപ്പെട്ടിട്ടില്ല ആരും. പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് ആ രോഗം മാറിക്കിട്ടി. അപ്പോൾ നമ്മൾ പറയുകയാണെന്ത്, അത് ഞാനിങ്ങനെ ആലോചിച്ച് ടെസ്റ്റ് ചെയ്ത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ മനസ്സിലാക്കി, അങ്ങനെ ആ ഒരു ചികിത്സ അതിൻ്റെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ അവിടെ നടത്തിയോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ അടുത്ത് ഞാൻ എത്തിയോണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ രൂപത്തിൽ ചില ആളുകൾ ചില വർത്തമാനങ്ങൾ പറയും. ഇപ്പോൾ ഒരാൾ പറയാണ്, ഒരാൾക്ക് അള്ളാഹു തആല കുറേ സ്വത്ത് കൊടുത്തു, ഒരുപാട് മുതൽ കൊടുത്തു. അപ്പോൾ അയാൾ പറയാണ്, അയാളിങ്ങനെ പറയണേ, ഞാൻ പണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി, അങ്ങനെ എൻ്റെ കഷ്ടപ്പാടും എൻ്റെ അധ്വാനവുമാണ് എൻ്റെ ഇന്നത്തെ സമ്പത്തിൻ്റെ കാര്യം എന്നൊരാൾ പറയാണ്. എങ്ങനെ? ഒരു വലിയ കോടീശ്വരൻ, ആ കോടീശ്വരൻ പറയണെന്ത്, ഞാനൊരുപാട് കഷ്ടപ്പെട്ട്, ഞാനൊരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ മുതലൊക്കെ, ഞാൻ ഉണ്ടാക്കിയതാണ് മുതൽ. അയാൾ പറയാൻ പാടില്ലാത്ത വർത്തമാനം അള്ളാഹ് തന്നതാണെന്ന് അത് പറഞ്ഞില്ല, അയാൾ ആ വാക്കാ പറഞ്ഞത്. ഒരാളെ സംസാരം എങ്ങനെ അള്ളാഹ് പറയാണ്, അങ്ങനെ ആരൊക്കെ പറഞ്ഞോ, അസ്വാബഹും സയ്യാത്തുമ, അവർ സമ്പാദിച്ചതിൻ്റെ യാതൊന്നിൻ്റെ ദൂഷ്യങ്ങൾ അവരെ ബാധിച്ചു. അസാബ എന്ന് പറഞ്ഞാൽ മുസീബത്ത് ബാധിക്കണേനാ പറയാം, അസാബ എന്ന് പറഞ്ഞാൽ മുസീബത്ത് ബാധിക്കണേനാ പറയാം, അവരെ ബാധിച്ചു എന്നാണ് പറഞ്ഞല്ല. ഇനി വല്ലതിന ലലമോമിൻ ഹാവുല, ഈ കൂട്ടരിൽ തന്നെ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ, ദുൽമ ചെയ്യുന്ന ആൾക്കാർ, ഏറ്റവും വലിയ ദുൽമ ഏതാ? അവർക്ക് യുസീബുഹും സയ്യാത്തുമാ കസബു, അവർക്ക് ഇനി ഇതിൻ്റെ മുസീബത്ത് വേറെ വരാനുണ്ട്. അതിവിടെ പരലോകത്ത്. അള്ളാഹ് ഈ ഭൂമിയിൽ ഒരുപാട് ആൾക്കാരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കാറൂനെ എന്താ പറഞ്ഞത്? കാറൂനെ പറ്റി നിങ്ങൾ കാറൂൻ ആരാ? ആരെ സമൂഹത്തിൽ, ഏത് പിന്നെ സമൂഹത്തിലുള്ള ആളാണ്? ആരെ സമൂഹത്തിലുള്ള ആളാ? കാറൂൻ എവിടെയാണ്? ഏത് സമൂഹത്തിലാണ്? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു പണക്കാരനാണ് ആര്? കാറൂൻ എന്താ പറഞ്ഞത്? എനിക്കിതൊക്കെ കിട്ടിയത് എൻ്റെ പരിശ്രമം, എൻ്റെ അധ്വാനം, എൻ്റെ തിരിച്ചറിവ്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമ്മളെ നാട്ടിൽ ചില പണക്കാർ പറഞ്ഞ പോലെ പിന്നെ ഞാൻ ആ ട്രെൻഡ് അറിഞ്ഞ് പണം ഇറക്കി, അപ്പം എൻ്റെ ബിസിനസ് വിജയിച്ചു, അങ്ങനെ ഞാനതിനെക്കുറിച്ച് പഠിച്ചു, അങ്ങനെയൊക്കെ ഓരോരുത്തരും അവനവൻ്റെ ഇത് പറയും. പടച്ചോൻ എനിക്ക് തന്നതാണെന്ന് പറയാതെ ആ രൂപത്തിൽ പറയുന്ന മനുഷ്യന്മാരെക്കുറിച്ചാണ് പറയണത്. കാറൂൻ അത് പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായിന്നറിയോ? കാറൂനെ ഭൂമി അങ്ങോട്ട് വിഴുങ്ങി. ആ സ്ഥലം നേരിട്ട് പോയി കണ്ട ആളാണ് ഞാൻ ആ സ്ഥലം പോയി കണ്ടിട്ടുണ്ട് യാത്രയിൽ. അവിടുത്തെ അവസ്ഥ എന്താ പറയുക, ഒരു കാറൂൻ നദി എന്ന് പറഞ്ഞൊരു നദി ഉണ്ട് അവിടെ. കാറൂൻ്റെ പണം എന്ന് പറഞ്ഞാൽ കാറൂൻ്റെ സ്വർണവും രത്നവും സൂക്ഷിച്ച അലമാരൻ്റെ ചാവി മാത്രം 90 ഒട്ടകങ്ങൾക്ക്, നിങ്ങൾ കേട്ടില്ലേ, ചുമക്കണ്ട ചാവി മാത്രം. അപ്പോൾ അയാൾ എത്ര ഉണ്ടാവും എന്നാലോചിച്ചാൽ മതി. അതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾ, അയാൾ ആ നാട് പോയി കണ്ടാൽ അറിയും അയാൾ എങ്ങനത്തെ വലിയ കോടീശ്വരനായി എന്നുള്ളത്. അവിടെ ഒരു കാറൂൻ തടാകമുണ്ട്. ആ കാറൂൻ തടാകം എന്ന് പറഞ്ഞാൽ തടാകമല്ല, നമ്മൾ ശരിക്കും പരപ്പനങ്ങാടി ഇങ്ങനെ താന്നൂർ കടപ്പുറത്തേക്ക് വരുമ്പം കടപ്പുറത്ത് കൂടെ അങ്ങനെ തീരദേശത്ത് കൂടെ അങ്ങനെ വന്നാൽ കടലിലേക്ക് നോക്കി അങ്ങനെ കാണാം, അതേമാതിരിയാണ് തടാകം. കിലോമീറ്ററുകളായിട്ട്, അത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി അപ്പുറം കാണൂല, ഇവിടെ നിന്ന് നോക്കി അപ്പുറം കാണൂല. ഇപ്പം നമ്മൾ സാധാരണ ഒരു നദി തടാകം എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറം നോക്കിയാൽ കാണുമല്ലോ, ഇത് അപ്പുറം നോക്കിയാൽ കാണൂല, കിലോമീറ്ററുകളാണ്. കടലല്ല, പക്ഷെ കടൽ പോലെ. എന്നിട്ട് അതിൻ്റെ തീരങ്ങളിലൊക്കെ ഇങ്ങനെ ബോട്ടുകളും തോണികളൊക്കെ നിർത്തിയിട്ട് പിന്നെ മത്സ്യബന്ധനം നടക്കുകയാണ്, ശരിക്കും കടൽ പോലെ തന്നെ. അത് മുഴുവൻ ആരതാ? കാറൂൻ്റെ സ്വന്തമാണ്. അത് പിന്നെ ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഈജിപ്ത്, ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈജിപ്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്കിത് കാണാൻ കഴിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവത്തെ അടുത്ത സ്ഥലത്ത്, ഈജിപ്തിൻ്റെ ഒരു ഭാഗം. ആ യാത്രയിലാണ്, ഖുർആൻ്റെ ചരിത്രഭൂമികളിലൂടെയുള്ള യാത്രയിലാണ് അത് കണ്ടത്. ഈ തടാകം അത്ഭുതകരമാണ്. ഈ തടാകത്തിൽ
പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ മുഴുവനും അതിൽ നിന്ന് കിട്ടുന്ന മത്സ്യബന്ധനത്തിന് പോയി കിട്ടുന്ന സകല തോണിക്കാരുടെയും ഒരു വിഹിതം ആർക്ക് കൊടുക്കണം? കാറൂന് കൊടുക്കണം. കാരണം കാറൂൻ്റെ കടലാണ്, കാറൂൻ്റെ തടാക. ഇപ്പം നമ്മൾ കടലിൽ കണ്ട് പോയാൽ കടലിൽ നിന്ന് കിട്ടുന്ന മീനിന് കടലിൻ്റെ മുതലാളിക്ക് പൈസ കൊടുക്കണ്ടല്ലോ. കൊടുക്കണോ? കൊടുക്കണ്ട. ഇത് മത്സ്യം എടുത്ത് വന്നാൽ കാറൂൻ്റെ ആൾക്കാരുണ്ടാവും. അത് 1,00,000 വിട്ടാൽ അതിൻ്റെ ഇത്ര 50% ആർക്കാ? അങ്ങനെ മുതലാളിൻ്റെതാണ്. ഇന്നുണ്ടാ തടാകം അവിടെ, തിരയടിക്കുന്ന കടൽ പോലെ തിരയടിക്കുന്ന തടാകം. അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ വിജനായിട്ട് കിടക്കുക. ഒന്ന് പോയി കണ്ടോളെ, പൈസ അലമാരിൽ വെച്ചെങ്ങാണ്ട് തീർക്കുക. ഇതൊക്കെ ആകെ 3 കഷ്ടം തുണിയായിട്ട് പോകാനുള്ളതാ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ അന്തപ്പെട്ടിരിക്കണ്ട. നിങ്ങൾ പോയിക്കണില്ലേ? വാട്ടിയൊക്കെ പോയിക്കണില്ലേ? നിങ്ങൾ പോയി ചരിത്രഭൂമികൾ പോയിട്ടില്ലേ? പോണം, ഇതൊക്കെ പോയിട്ട് കാണണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാറമ്മൽ അടിച്ചപ്പോൾ 12 ഉറവ് വെട്ടിയ കല്ലില്ലേ, ഇപ്പോഴും തുരീസിന പർവ്വതത്തിൻ്റെ ബാക്കിലുണ്ട്. തുരീസിന പർവ്വതം ഇപ്പോഴും ഉണ്ട് അവിടെ, പോയി കാണണം. മൂസാ നബി അള്ളാഹിനായിട്ട് സംസാരിച്ച ആ ഏരിയ, ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ. വാദി മുഖദ്ദസി തുവ എന്ന് പറഞ്ഞാൽ തുവ താഴ്വര എപ്പോഴും ഉണ്ട് അവിടെ. പലതുണ്ട് അങ്ങനെ കാണാനുള്ളത്. മൂസാ നബിയെ ഒഴിക്കുന്ന നെൽനദി ഉണ്ട്, ഫിറോ മുങ്ങി മരിച്ച സ്ഥലമുണ്ട്, ആ ഏരിയ കാണാൻ ചെങ്കടൽ. ഭൂമിയിൽ അള്ളാഹു തആല പലതും വെച്ചിട്ടുണ്ട്. സുന്നത്തുള്ള കാര്യം, കൂലി കിട്ടുന്ന കാര്യം പ്രതിഫലം ആഗ്രഹിച്ച് പോകേണ്ടതൊന്നുമല്ല കേട്ടോ. ഞാൻ അതിട്ട് വിചാരിക്കണ്ട, അങ്ങനെ പോകാനുള്ള പ്രോത്സാഹനവും ഇല്ല. പക്ഷേ വെറുതെ അങ്ങനെ നാട് ചുറ്റുന്ന ആൾക്കാർ, പോണ ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഫിറഔൻ കാറൂനിൻ്റെ ഒരു ആരാധനാലയം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുക ഭൂമി. ഇങ്ങനെ അത് അന്ന് തന്നെ ഒരു 5-8 നിലയുള്ള ബിൽഡിങ്ങാണ്. അതിൻ്റെ 2-3-4 നില അടിയിലാണ്. മേലെ ഇങ്ങനെ ഒരു നിലറ്റ മേലേക്ക് കാണുന്നത്, 1-2 നില മേലേക്ക്. അതിനിങ്ങനെ മണ്ണ് മാന്തിയിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകാം ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. വിജനമായി തരിശായി കിടക്കുന്ന ഒരുപാട് ഏരിയകൾ ആ ഭാഗത്തുണ്ട്. അള്ളാഹ് പറഞ്ഞത് അവർ സമ്പാദിച്ചതിൻ്റെ തിന്മകൾ അവരെ ഇവിടെ ബാധിച്ചു. ഇനി അവരിൽ അള്ളാഹ് നശിപ്പിച്ചവരിൽ 2 വിഭാഗം ആൾക്കാരുണ്ടാവും. ഒന്ന്, ഈ പ്രവാചകന്മാരുടെ നശിപ്പിച്ച അവരെ കൂടെയുള്ള വിശ്വാസികളൊക്കെ അള്ളാഹ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ ഒരു പരീക്ഷണം, ഒരു ശിക്ഷ ഇറങ്ങുമ്പോൾ ആർക്ക് മാത്രം ഖാസാവൂല, അതിൻ്റെ ആൾക്കാർക്ക് മാത്രമാവൂല, അതിൽ ബാക്കിയുള്ളവരും എന്ത് ചെയ്യും? പെടും. അപ്പോൾ അവരിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തആല വലിയ റഹ്മത്താണ് കൊടുക്കുക. കാരണം അവർക്ക് ഷഹീദിൻ്റെ പദവി കിട്ടും, കൂലി കിട്ടും, പ്രതിഫലം കിട്ടും. എന്നാൽ ഈ നശിപ്പിക്കപ്പെട്ട ആളുകൾ, ദുൽമ് ചെയ്ത ആൾക്കാർ, അവർക്ക് ഷിർക്ക് ചെയ്തിട്ട് നശിപ്പിക്കപ്പെട്ടവർക്ക് സയുസീബുഹും സയ്യിആത്തുമാ, അവർ സമ്പാദിച്ചതിൻ്റെ മുസീബത്ത് ഇഞ്ഞ് വരാൻ പോവുകയാണെന്ന്. ഇവിടുന്ന് കൊണ്ട് തീരൂല, പരലോകത്തുണ്ടാവുമെന്ന്. എന്നിട്ട് അള്ളാഹ് പറയും വമാഹും ബി മൂജിസിൻ, അള്ളാഹിനെ തോൽപ്പിക്കാൻ അവരെ കൊണ്ടാവൂല എന്ന്. അള്ളാഹിനെ തോൽപ്പിക്കാൻ അവരെ കൊണ്ട് ആകൂല. ഷിർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബേജാറെന്താണെന്നറിയങ്ങൾ, ഇപ്പോഴും ഷിർക്ക് ചെയ്ത് ജീവിക്കണ എത്ര മനുഷ്യന്മാരുണ്ട്. മരിക്കാൻ കാത്തുകയാണ്. അതിൻ്റെ സയ്യിആത്ത്, അതിൻ്റെ കെടുതികൾ, അതിൻ്റെ ദുരന്തങ്ങൾ, അതിൻ്റെ തിന്മകൾ, അതിൻ്റെ ശിക്ഷകൾ അവരനുഭവിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അള്ളാഹു തആല. അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പറയാൻ കാരണം എന്താ പറയുക? ഇവിടെ ഈ അള്ളാഹിനെ അല്ലാത്തോണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ആരെ തോൽപ്പിക്കണത്? അള്ളാഹിനെ തോൽപ്പിക്കാനുള്ള ശ്രമം. ബദരീങ്ങളെ കാക്കണേ, മുദീഷയെ രക്ഷിക്കണേ എന്നൊക്കെ വിളിക്കണവർ ഒരാരും മോശക്കാരൊന്നുമില്ല, മഹാന്മാരല്ലേ അല്ലേ? ബദരീങ്ങളാരാ? അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റളിയല്ലാഹു അൻഹു ആണ് ബദരീങ്ങൾ അല്ലേ? പക്ഷെ അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. മമ്പർത്തങ്ങളാരാ? മഹാനാണ്. അമ്പർത്തങ്ങളെ കാക്കണേന്നാ. അമ്പർത്തങ്ങളാരാ? സ്വാതന്ത്ര്യ സമരകാലത്ത് അന്നത്തെ പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാരെ ഭാഗത്ത് ഉണ്ടായിരുന്നത്.
അന്നത്തെ പണ്ഡിതന്മാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ നാട്ടുകാർക്കൊക്കെ ഇന്ത്യക്കാർക്കൊപ്പം നിന്ന് ആദ്യമായി പണ്ഡിതന്മാരിൽ നിന്ന് പുറത്ത് വന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് ഉമർ ഖാദിയും, രണ്ട് മമ്പർത്തങ്ങളും. മഹാന്മാരാണ്, മോശക്കാരൊന്നുമല്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദുആ ചെയ്യാൻ പറ്റുമോ? സങ്കടം പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് അള്ളാനെ തോൽപ്പിക്കലാണ്. അള്ളാനെ തോൽപ്പിക്കാൻ ശ്രമിക്കണമെന്ന് അള്ള വിടുമോ? അള്ള പൊറുക്കുമോ? ഇല്ല, അള്ള പൊറുക്കൂല എന്നൊക്കെ പറഞ്ഞ ബേജാറ് വേണ്ടേ? ബാക്കിയുള്ളതൊക്കെ പടച്ചോൻ പൊറുക്കും. ഇങ്ങനെ ഷിർക്കിൽ ജീവിച്ച് മരിച്ചു പോണ അത്ര ആൾക്കാരുണ്ട്. ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്. അതാണ് പറഞ്ഞത്. അവനവനുള്ളത് സമ്പാദിച്ചത് കിട്ടും, യാതൊരു സംശയ കാര്യത്തിലില്ല. ശരി, അപ്പോൾ നമുക്ക് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്തത് അതിൻ്റെ രണ്ടാമത്തെ ബാക്കി ഭാഗം വായിച്ചോളി. ലഹാമാ കസബത്ത് വാലിഹ മക്തസബത്ത്. പിന്നെ കാണാതെ പഠിച്ചതല്ലേ, ആമന റസൂൽ അറിയില്ലേ? ലഹാമാ കസബത്ത് വാലിഹ മക്തസബത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അവിടെ നിൽക്കട്ടെ, ഇനി അതാ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ആമന റസൂലിലെ ഒരു ഭാഗമായിട്ട് മാത്രമല്ല, ഇതൊരു പ്രാർത്ഥന ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. ആമന റസൂൽ മുഴുവൻ നമ്മൾ ചെല്ലണമല്ലോ, അതറിയല്ലോ. അതിൻ്റെ ഫദായിലൊക്കെ പറഞ്ഞല്ലോ എപ്പോഴൊക്കെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എത്ര തവണ ചെല്ലണം, ആമന റസൂൽ ബാക്കിയുള്ള ആയത്തുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആമന റസൂൽ നമ്മൾ ഒരു ദിവസം പലതവണ ഓതുമ്പോൾ ഈ ഭാഗം വരും. ഇതൊരു പ്രാർത്ഥനയാണ്. ഇനി അതല്ലാതെ തന്നെ ആമന റസൂലിൻ്റെ ഭാഗമല്ലാതെ തന്നെ നമ്മളെ പ്രാർത്ഥനയിൽ കടന്നു വരേണ്ട ഒരു ഭാഗമാണിത്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. മറക്കരുത്. ഇനി ഞാനത് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് 2-3 ക്ലാസ്സിൽ പറയാണ്ട്. അത് പറഞ്ഞ് കേട്ട് മുഴുവനായാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല അറിയാം, അത് മറക്കൂല. കാരണം അതിന് മാത്രം പറയാണ്ടതിൽ ഖുർആനിൽ നിന്നെടുത്ത് മാത്രം. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ. അർത്ഥം മനസ്സിലാക്കിക്കോളി ആദ്യം. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ ഞങ്ങളെ നീ പിടികൂടരുത് പടച്ചോനെ. ലാ തുആഖിദ്നാ ഞങ്ങളെ നീ പിടികൂടരുത് പടച്ചോനെ. അള്ള പിടികൂടണെന്തിനാ? പോലീസ് പിടിക്കുന്ന പറഞ്ഞാൽ എന്താ? പിടിക്കുന്ന പറഞ്ഞാൽ എന്താ? ശിക്ഷിക്കുന്നതാണ്. പിടിക്കുന്ന പറഞ്ഞതാണ് അല്ലേ? അപ്പം ലാ തുആഖിദ്നാ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ പിടികൂടരുതേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. 2 കാര്യത്തിലിട്ടോ, 2 കാര്യത്തിൽ. ഈ 2 കാര്യം നമുക്കൊക്കെ എപ്പോഴും പറ്റണ കാര്യമാണ്. ഒന്ന്, ഇൻ നസീന ഞങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ. എന്താണ്? ഞങ്ങൾ മറന്നുപോയ കാര്യങ്ങളിൽ ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. അത് പ്രത്യേകം പ്രാർത്ഥിക്കണോ? മറന്നൊരു കാര്യത്തിന് കുറ്റമുണ്ടോ? ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു കാര്യം മറന്നുപോയാൽ ആ മറന്ന കാര്യത്തിൻ്റെ മേൽ നമുക്ക് കുറ്റമുണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? അല്ലേ? നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യം, നമുക്കുള്ള ഇളവ്, അള്ള ശിക്ഷിക്കുന്നു പറഞ്ഞ കാര്യം, ശിക്ഷിക്കാതിരിക്കാൻ ഇളവ് 2 കാര്യം പറഞ്ഞു. 1 ഉറങ്ങിപ്പോയി ഒരാൾ, 2 മറന്നുപോയി. എങ്ങനെ? എന്നും 8 മണി വരെ കിടന്നുറങ്ങി കണ്ട് ഉറങ്ങി എന്ന് പറയുന്നത് അതല്ല, ആ ഉറക്കല്ല. സുബീസ്കരിക്കാതെ ഉണ്ടല്ലോ ആൾക്കാർ ഉറക്കണേ, ആ ഉറക്കല്ല. പിന്നെ ഏതുറക്കം? അയാൾ ഒരു സർജറിക്ക് വിധേയനായി. നിങ്ങൾ വിചാരിച്ച ഉറക്കല്ല കേട്ടാ, ഈ ഉറക്കം നിങ്ങൾ വിചാരിച്ച ഉറക്കല്ല. സർജറിക്ക് അയാളെ മയക്കി, അയാളെ ഉറക്കി. അയാളെ ദൂർ നിസ്കാരത്തിന് സമയത്ത് അയാൾ ഉണർന്നിട്ടില്ല, സഡേഷൻ വിട്ടിട്ടില്ല. ദൂർ ബാങ്ക് കൊടുത്ത് അസറിൻ്റെ നിസ്കരിക്കണ്ടേ? ഒരു ലൂറിന് ബാങ്ക് കൊടുത്ത് അസർ ബാങ്ക് കൊടുക്കണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ ആരാ? ഫക്കത് കഫറാന്നല്ലേ, കാഫറായില്ലേ? അപ്പോൾ അയാൾ അബോധാവസ്ഥയിലാണ്, അയാൾ ഉറങ്ങിപ്പോയി, അയാളെ ഉറക്കി. അയാൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. നിസ്കാരം കള്ളാ വിട്ടെന്നുള്ള പരിപാടി ഇല്ല കേട്ടാ.
കള്ളാ വീട്ടുക എന്നുള്ള പരിപാടി നിസ്കാരത്തിനില്ല. ബോധം ഉണ്ടെങ്കിൽ, ഓർമ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിൽക്കാൻ അല്ലെങ്കിൽ ഇരുന്നോളി, ഇരിക്കാനും കിടന്നോളി. കിടന്നിട്ട് ഒതുണ്ടാക്കാനും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ എവിടെയാണോ കയ്യിൽ, ആ കൈയുള്ളോടത്ത് കൈ അമർത്തിയാൽ മതി. പൊന്തിക്കാൻ പറ്റുമോ പൊന്തിച്ചോളി, മുഖവും മുൻകൈയും പൊത്തിച്ചോളി. ഇനി അതും അല്ലെങ്കിൽ അവിടെ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. മനസ്സിൽ വിചാരിച്ച് നിസ്കരിക്കണം. അപ്പോൾ നിസ്കാരം കള്ളാണ്. ഒരു അവസ്ഥയും മനുഷ്യനുണ്ടാവില്ല. കള്ളാണ് അവസ്ഥ ഉണ്ടാവില്ല, പിന്നല്ല കള്ളാ വീട്ടുന്ന പരിപാടി ഉണ്ടാവില്ല. ഇനി ഇങ്ങനത്തെ അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? വീട്ടണം. ഇയാൾക്ക് മഗ്രിബിനാണ് ഓർമ്മ വന്നത്, അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ളുഹറും അസ്റും എന്ത് ചെയ്യണം? ഓർമ്മ വരുന്ന സമയത്ത് നിസ്കരിക്കണം. അതിന് കഥ എന്ന് പറയില്ല, അത് കഥ അല്ല. കാരണം എന്താ? അയാൾക്ക് അപ്പോഴാണ് അതിൻ്റെ ടൈമായത്. കാരണം അപ്പോഴാണ് അയാൾക്ക് എന്ത് ചെയ്തത്? ഓർമ്മയിലേക്ക് വന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താ പിന്നെ ഈ പറഞ്ഞത്? ഇപ്പം മറന്നുപോയൊരു കാര്യം, നമ്മൾ ഒറിജിനൽ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ ഈ ആയത്തിൽ മറവിയാണ് അല്ലേ? ഇപ്പം നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളെ വിചാരിച്ചോളി, കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം നമ്മൾ 100 നിസ്കരിച്ചിട്ടില്ല എന്ന് ശരിക്ക്, പക്ഷെ നമുക്കതെന്തില്ല, ഓർമ്മയില്ല. ഉണ്ടാവാം, അങ്ങനെ അവസ്ഥ ഉണ്ടാകാം. സാധാരണ ഉണ്ടാകില്ല, പക്ഷേ ഒറ്റപ്പെട്ട ചില വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാം. അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ? അള്ളാൻ്റെ കിതാബിൽ, അള്ളാൻ്റെ അടുക്കൽ ഏതായിരുന്നാലും ആ നിസ്കാരം മൈനസ് അല്ലേ? നിസ്കരിക്കാത്തത് അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ഉറപ്പല്ലേ? ചെയ്തതല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. പിന്നെന്താ ഈ പ്രാർത്ഥന? ഒരു ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓർമ്മ വന്നാൽ വിചാരിച്ചോളേ, ഓർമ്മ വന്നതിന് ശേഷം അയാൾക്ക് നിസ്കരിച്ച് വീട്ടാൻ പറ്റിയെടുത്തോളം അയാൾ നിസ്കരിക്കുക, ബാക്കി തൗബ ചെയ്യുക. അയാളുടെ ആരോഗ്യാവസ്ഥക്കനുസരിച്ച്, അയാളുടെ രോഗാവസ്ഥക്കനുസരിച്ച് അയാൾക്ക് നിസ്കരിക്കുക. ഒരാഴ്ച അബോധാവസ്ഥയിൽ കിടന്ന് പിന്നെ അയാൾ എഴുന്നേറ്റ് ഉഷാറായിട്ട് ജോലിക്ക് പോയിട്ട് നടക്കണ്ടൊക്കെ വിചാരിച്ചോളി, അയാൾക്ക് ഈ നിസ്കാരം നിസ്കരിക്കാം. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യുക? അള്ളാഹുവിന് തൗബയും ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി അതിന് പറ്റാത്ത ഒരാളായിരിക്കാം, അവശനായ ഒരാളായിരിക്കാം. അയാൾക്ക് ഈ ഇത്രയും ഒരാഴ്ചൻ്റെ നിസ്കാരമൊന്നും അയാൾക്ക് അപ്പം തന്നെ ഉള്ളത് തന്നെ ഇത് ചെയ്യാൻ കഴിയില്ല, വിട്ടാൻ കഴിയില്ല. അപ്പോൾ വിട്ടാൻ കാര്യം കിട്ടിയാൽ മതി. ബാക്കി അയാൾ തൗബ ചെയ്താൽ അതിൻ്റെ പേരിൽ അയാൾ എന്ത് ചെയ്യൂല? ശിക്ഷിക്കപ്പെടൂല. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ലാ തുആഖിദ്ന ഇൻ നസീന, ഞങ്ങൾ മറന്ന കാര്യത്തിൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കല്ല പടച്ചോനേന്നാ. അപ്പം ഏതോ ഒരു ശിക്ഷ ഉള്ള കാര്യമല്ലേ അപ്പം അത്? ശിക്ഷിക്കൂല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ ശിക്ഷിക്കല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് അള്ളാനെ കളിയാക്കലല്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാണില്ല? റബ്ബനാ ലാ തുആഖിദ്ന ഇൻ നസീന, ഞങ്ങൾ മറന്നുപോയ കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ എന്നാ പറയണത്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, മറന്ന ഒരു കാര്യത്തിൻ്റെ മേൽ ശിക്ഷ ഉണ്ടോ? ഒരു കാര്യം നമ്മൾ മറന്ന് ചെയ്താൽ ശിക്ഷ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ അതിങ്ങനെ പറയാൻ കാരണം? അതാണ് അത് ഖുർആനിൽ അള്ളാഹു പല സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മൾ പഠിക്കണം. ഈ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെഡിങ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളേ. എഴുതണ്ട, ഞാനത് ഓരോന്ന് പറഞ്ഞുതരും. ഒന്ന്, മനുഷ്യന് അല്ലാഹു തആല മറവി എന്ന ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് കൊടുത്തതാണ് അല്ലേ? ഇപ്പം നമ്മളൊക്കെ ഇത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ മറവി എന്നൊരു അനുഗ്രഹത്തിൻ്റെ പിൻബലത്തിലാണ് ജീവിക്കണത്. ഒരു പെണ്ണ് പ്രസവിച്ച സമയത്തുള്ള വേദന, ആ വേദന മറക്കാൻ കഴിയാതെ അതേ അവസ്ഥയിൽ ആ പെണ്ണ് തുടരുകയാണെങ്കിൽ ആ പെണ്ണിന് രണ്ടാമത്തെ പ്രസവിക്കാൻ കഴിയുമോ? നിങ്ങളോടല്ല ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്ത്, നിങ്ങൾ വേദന വല്ലതും അറിഞ്ഞണ? നിങ്ങൾ ഹരം കൊണ്ടെന്നല്ലാതെ അനുഭവിച്ചതൊക്കെ പോലല്ലേ? കഴിയില്ല, ഒരു പെണ്ണിനും കഴിയില്ല. മറവി എത്ര വലിയ അനുഗ്രഹം അറിയാം നിങ്ങൾ?
മരിച്ചുപോയി. ആ മരിച്ച ആ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ സങ്കടത്തിൽ നിന്ന് നമ്മൾ പതുക്കെ 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 പടച്ചോ ഇങ്ങനെ മറപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പലതും. മറവി നമുക്ക് ഒരു വലിയ അനുഗ്രഹമായി പടച്ചോൻ തന്നതാണ്. മനസ്സിലായില്ലേ? എന്നാൽ കേട്ടോളിയും, തെറ്റായ മറവി ആദ്യത്തെ മനുഷ്യൻ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അയിമന്ന് കിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം അള്ള പറഞ്ഞത് ആ വാക്കാണ്. ഞാൻ നിങ്ങൾക്ക് ആയത്തൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ 20-ാമത്തെ സൂറത്ത് മറിക്ക്, 20-ാം അധ്യായം. പെട്ടെന്ന് വേഗം മറിക്ക്. 20-ാം അധ്യായം. 20-ാം അധ്യായം. സൂറത്ത് തോഹ മറിച്ചില്ലേ? അതിൽ 115-ാമത്തെ ആയത്ത്, തോഹയിലെ 115. ആ 115-ാമത്തെ ആയത്ത്. അത് ആയത്തിൻ്റെ അവസാനം നമ്പർ നോക്കിയിട്ട് വായിച്ചോളേ. ഞാനൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആമന റസൂൽ നമ്മൾ മുമ്പേ കേട്ട് പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഖുർആനിലൂടെ കിട്ടുന്ന, ഖുർആൻ പഠിച്ച്, ഖുർആൻ തദബ്ബുർ ചെയ്ത് വ്യക്തമായി പഠിച്ച് അതിലൂടെ നമുക്ക് കിട്ടേണ്ട ഇൽമിൻ്റെ പ്രാധാന്യം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഈ കാര്യം പറയണത്. നിങ്ങൾ തൊട്ട് മുന്നിലെ ഭാഗം നിങ്ങൾ വായിച്ചാൽ റബ്ബി സിദ്നി ഇൽമാന്ന് കാണാം. അവിടെ കണ്ട ആയത്തിന് തൊട്ട് മേലെ 115-ാമത്തെ ആയത്തിന് തൊട്ട് മേലുള്ള ആയത്ത് അവസാനിക്കണം എങ്ങനെ? റബ്ബി സിദ്നി ഇൽമ. അതിൻ്റെ മേലത്തെ 2 ആയത്തൊന്ന് വായിച്ചു നോക്കാണേ. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തജ്അൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഖുർആൻ പഠിക്കേണ്ടതിന് ആവശ്യകതയാണ് അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞത്. ഖുർആൻ പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം. ആ ഖുർആനിലൂടെ കിട്ടുന്ന ഇൽമ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുള്ളൂ. ഇൽമ വർദ്ധിപ്പിച്ചു കൊണ്ട പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ പഠിക്കണം. ഇപ്പോൾ നമ്മൾ ഏതാ വിഷയം? മറവി. ഏതാണ്? അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, മറന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ബേജാറ് വേണ്ടാന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. നമ്മളൊരു കാര്യം ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ, മറന്നിട്ടാണ് ചെയ്യാതിരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂല. പക്ഷേ എന്നിട്ടും നമ്മളിവിടെ എന്താ പ്രാർത്ഥിക്കണത്? പടച്ചോനെ മറന്ന കാര്യത്തിന് മേൽ പിടിച്ച് ശിക്ഷിക്കല്ല എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? കേട്ടോളേ. വലക്കത് അഹിദിന ഇല ആദമ മിൻ ഖബിൽ, മുമ്പ് ആദമിനോട് നമ്മളൊരു കരാർ വാങ്ങി. ഫനസിയ, ആ കരാർ ആദം മറന്നു. ഫലം നജിദുൽ അസ്മ, ഒരു മനസ്സുറപ്പിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ ആദമിന് കഴിഞ്ഞില്ല. ആ കരാർ ഏതായിരുന്നു? ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു. ഇതിനെപ്പറ്റി ഇവിടെ അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? നസിയാന്ന. ലാ തുആഖിദ്ന ഇൻ നസീന. നസിയ എന്നാ പറഞ്ഞത്, മറന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന എന്ന് പറഞ്ഞ കാര്യം എന്താ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ മറക്കണ കാര്യമാണോ? ആണോ? അല്ല. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ എന്തിന്? ഇതിൻ്റെ അർത്ഥം അറിയണ ആൾക്കാർ മനസ്സിലാക്കിയത് എന്തായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലായ സംഗതി മനസ്സിലായിണ്ടാ?
ഞാൻ ആയത്ത് കാണിച്ച്, എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ പറഞ്ഞു, നിങ്ങൾക്ക് ആയത്ത് കാണിച്ചെന്നാണ് പറയണത്. ഇപ്പം സാധാരണ നമ്മൾ മറന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഇനി തീർന്ന് അത് മാത്രമല്ല കേട്ടോ, അത് മാത്രമല്ല, ഞാൻ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കട്ടോ, ഞാൻ കുറച്ച് ഹെഡിങ് വായിക്കാം, ഞാനതൊക്കെ വിശദീകരിക്കും. ഒന്ന്, എന്തൊക്കെ മറക്കും? 8 കാര്യങ്ങൾ മനുഷ്യൻ മറക്കും എന്ന് ഖുർആനിലുണ്ട്. ഇനി പഠിക്കാൻ പോണ കാര്യമാണ്. ഒന്ന് ഹെഡിങ്, എന്തൊക്കെ മറക്കും? 8 കാര്യങ്ങൾ മറക്കും മനുഷ്യനെന്ന് ഖുർആനിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരും, 8 കാര്യങ്ങളും കാണിച്ചു തരും. 2, അള്ളാഹു മറക്കരുത്, ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ 4 കാര്യമുണ്ട്. എന്താണ്? മനുഷ്യൻ മറക്കുമെന്ന് അള്ളാഹ് പറഞ്ഞ 8 കാര്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞ 4 കാര്യം ഖുർആനിലുണ്ട്. മറ്റൊരു കാര്യം എന്താ അറിയോ? ഇത് മറന്നവരെ അള്ളാഹു മറക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് കല്യാണം പറയാൻ മറന്നാൽ ഏറ്റവും അടുത്ത ആളാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നോട് കല്യാണം പറയാനാണ് മറക്കുമോ? അങ്ങനെ ഒരു മറവില്ലേ? ഇല്ല, അതിനെന്താ പറയുക? മങ്ങ മനസ്സിലായില്ലേ? അള്ളാ അങ്ങനല്ല. അള്ളാ പറയണമെന്നരാ, അങ്ങനെ ചില കാര്യങ്ങൾ അള്ളാ പറയുന്നുണ്ട്, അത് പഠിക്കാണ്ട് നമുക്ക്. ഇനി ഈ മറക്കരുതെന്ന് പറഞ്ഞ കാര്യം മറപ്പിക്കുന്നത് ആരാണ് എന്ന് അള്ളാ പറയുന്നുണ്ട്. മറക്കരുതെന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, മറപ്പിക്കുന്നത് ആരാണെന്ന് അള്ളാ പറയുന്നുണ്ട്. അള്ളാഹും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അള്ളാ പറയുമ്പോൾ, നമ്മൾ മറക്കും എന്നും അള്ളാഹു മറക്കൂല എന്നും പറയേണ്ടത്. അത് ഏതൊക്കെ കാര്യം അത് പഠിക്കാണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്? റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന. അതിലേറ്റവും പ്രധാനം നമ്മളോട് അള്ളാഹ് പറയാണ് ഖുർആനിൽ, നിങ്ങൾ 8 കാര്യങ്ങൾ മറക്കുന്നു. 8 കാര്യങ്ങൾ മറക്കുന്നു. ഭയങ്കരമായ അള്ളാഹിൻ്റെ ഒരു താക്കീതാണ് 8 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ആയത്ത് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോഴാണ് റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന എന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കൊക്കെ ബേജാറുള്ളൊരു കാര്യമുണ്ട്. ഏറ്റവും ബേജാറുള്ളൊരു കാര്യം എന്താ അറിയോ? ഈമാൻ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഏറ്റവും ബേജാറുള്ളൊരു കാര്യം, നമ്മളെ തെറ്റുകളിൽ 2 ടൈപ്പ് തെറ്റുണ്ട്. നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ 2 ടൈപ്പ് തിന്മ ഉണ്ട്. ഏതൊക്കെ? പാപങ്ങൾ, മഹാപാപങ്ങളുണ്ട്, വലിയ തെറ്റുണ്ട്, ചെറിയ തെറ്റുണ്ട്, അല്ലേ? ഈ ചെറിയ തെറ്റിൻ്റെ ഗൗരവം എന്താ അറിയോ നിങ്ങൾക്ക്? വലിയ തെറ്റുകൾ നമ്മൾ ഓർമ്മയിലുണ്ടാവും, കുറേയൊക്കെ ഓർമ്മയിലുണ്ടാവും. ചെറിയ തെറ്റുകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു തിന്മ ചെയ്താൽ, തെറ്റ് ചെയ്താൽ, ആ തെറ്റ് അള്ളാഹിനോട് നമ്മൾ അള്ളാഹ് പുറത്തുതരും, എല്ലാം അള്ളാഹ് പുറത്തുതരും. പക്ഷേ അള്ളാഹ് പറഞ്ഞൊരു ഡിമാൻഡ് ഉണ്ട്. എന്താ? നമ്മൾ പറയണം റബ്ബിനോട്. പറയണ്ടേ? പറയാതെ പുറത്തുതരോ? നബി ഇബാദി, എൻ്റെ അടിമകളെ അറിയിക്ക് അന്നഹു ഗഫൂർ, അള്ളാഹ് പൊറുക്കുന്നവനാണ് അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ചോദിക്കണം. ഒരാൾ ഒരുപാട് തിന്മകൾ ചെയ്ത് മരിച്ചുപോയി, അയാൾ എനിക്ക് പുറത്തുകൊണ്ട പടച്ചോനെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അയാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കില്ല. പറഞ്ഞാൽ പുറത്തു കൊടുക്കും. ഉറപ്പല്ലേ? എനിക്ക് പുറത്തുള്ള റബ്ബെന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അള്ളാഹിൻ്റെ വിചാരണ തുടങ്ങിയ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു പ്രായം, എല്ലാവർക്കും ഒരേ പ്രായമല്ല കേട്ടോ. ചില ആൾക്കാർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ 2 വയസ്സാകുമ്പോൾ തന്നെ വലിയ ആൾക്കാരെ പക്വതെത്തും, വിവേകത്തും, തിരിച്ചറിവെത്തിയ നാൾ മുതൽ നമുക്ക് വിചാരണ ഉണ്ട്. എങ്ങനെ? പ്രായപൂർത്തി എന്നൊന്നും പറയണ്ട. എന്താണ്?
തിരിച്ചറിവ് വെച്ച പ്രായം മുതൽ ഒരാൾക്ക് 15-ാമത്തെ ഒരാൾക്ക് 9 ആണെങ്കിൽ 9, ഒരാൾക്ക് 5-ാമത്തെ വയസ്സിലാണെങ്കിൽ അത് ഓരോരുത്തരും ഐക്യു പവറും ബുദ്ധിയും തലച്ചോറൊക്കെ വ്യത്യസ്തമാണ്. നമുക്ക് തിരിച്ചറിവ് വെച്ച നാൾ മുതൽ രേഖ ഉറപ്പല്ലേ? രേഖയിലുണ്ടെന്ന് ഉറപ്പല്ലേ? നമ്മൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ കിതാബിലുണ്ടോ ഇല്ലേ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ചെറിയ തെറ്റും വലിയ തെറ്റും എല്ലാം അഹ്സാക ക്ലിപ്തമായി, ഡേറ്റും സമയം അടക്കതാണ്. അഹ്സ എന്ന് പറഞ്ഞാൽ ക്ലിപ്തം എന്നാ. കാണില്ലേ സഹകരണ ബാങ്ക് ബ്രാക്കറ്റിൽ എന്താ ക്ലിപ്തം എന്ന് പറഞ്ഞാൽ? വളരെ വ്യക്തമാണ്, ഡേറ്റ് സമയം എല്ലാം. മാസ് അതാണ് അഹ്സ എന്ന് പറഞ്ഞാൽ, ചെറുതും വലുതും. ലാ യുഗാദിർ പോയിട്ടില്ല. ഇതെപ്പോഴാണ് പറയുക? ഗ്രന്ഥം കൊടുക്കുമ്പോഴാണ് പറയാം അല്ലേ? ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഏറ്റവും വലിയ ദുരന്തം എന്താ? നമുക്ക് ഓർമ്മയില്ല. നമുക്ക് ഓർമ്മയില്ല. എന്താ കാട്ടുക? വലുതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, വലിയ തെറ്റൊക്കെ ഒരു നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഗുരുതരമായ തെറ്റില്ലേ? ഗുരുതരമായ തെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താവും? ജീവിതത്തിൽ ഒരിക്കൽ വ്യഭിചരിച്ചു പോയി, അതവിടെ ഉണ്ടാവും, മറക്കൊന്നുമില്ല. മദ്യപിച്ചു പോയി, അതവിടെ ഉണ്ടാവും, മറക്കൊന്നുമില്ല. മഹാപാപങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, അത് നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷേ ചെറുതും വലുതുമായി നമ്മൾ പഠിക്കുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ളത് മുഴുവനും വകഫിർ അന്നാ സയ്യിആതിനാ. തിന്മകൾ മായ്ക്കണ്ടേ? എവിടുന്ന മായ്ക്കണ്ടി? എവിടുന്ന മായ്ക്കണ്ടി? ഈ കിതാബിൽ നിന്ന് മായ്ക്കണമെങ്കിൽ റബ്ബിനോട് പറയണ്ടേ. അപ്പം നമുക്കുള്ള ഏറ്റവും വലിയ പേടി എന്താ? നമുക്ക് പലതും ഓർമ്മയില്ലല്ലോ, ഓർമ്മയില്ല. ശെങ്കിൽ ആ ഓർമ്മയില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങളെ നീ മനാലാത്തുവാ. ഇനി അതും കൂടി അറിയില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു നേരം നിസ്കരിക്കാൻ മറന്ന കാര്യമല്ല പറഞ്ഞത്, ആണോ? അല്ല, പിന്നെന്താണ്? തിന്മകൾ പലതും നമുക്ക്, പടച്ചോനെ ഞാൻ ചെയ്തത് പലതും ഓർമ്മയില്ല പടച്ചോനെ. ലാ തുആഖിദ്നാ ഇൻ നസീന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, നമുക്കൊക്കെ ഉള്ള ബേജാറ് നമ്മളെ ജീവിതത്തിൽ. നമ്മളിപ്പോൾ 60 കൊല്ലം ജീവിച്ചു, 70 കൊല്ലം ജീവിച്ചു. നമ്മളെ മുന്നിലുള്ള ഏറ്റവും വലിയ ബേജാറ് മരിക്കാനുള്ള പേടി. എന്തുകൊണ്ടാണ് മരിക്കാനുള്ള പേടി? വേറെ ഒന്നും ആഗ്രഹങ്ങളൊന്നുമില്ല പടച്ചോനെ, എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി. കാരണം എൻ്റെ ഒരുപാട് തിന്മകൾ ഇതിലൊക്കെ പുറത്ത് കിട്ടിയിട്ടുണ്ടാവും ഉറപ്പേ. ഈ ബേജാറല്ലേ ഉള്ളത്? അല്ലേ? ആണ് എങ്കിൽ ആ ബേജാറുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ ബേജാറാക്കേണ്ട സംഗതി, നമ്മളെ ജീവിതത്തിലൊക്കെ വന്നുപോയ ചെറിയ ചെറിയ വാക്കുകളിലും പ്രവർത്തികളൊക്കെ വന്നുപോയ എത്രമാത്രം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ എടുത്ത് പറയാനുള്ള ഓർമ്മ നമുക്കില്ലല്ലോ. ഇന്ന ഡേറ്റിന് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് അല്ലേ? അതല്ലേ നമ്മളെ ബേജാറ്. അങ്ങനെ ബേജാറുള്ള നമുക്ക് റബ്ബ് തന്ന ഏറ്റവും വലിയ റഹ്മത്തല്ലേ ഏത്? ഈ പ്രാർത്ഥന ആണോ? അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ റഹ്മത്താണ് ഈ പ്രാർത്ഥന. എങ്കിൽ അതും കൂടി അറിയാതെ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസ്ഥ എന്താ? സഹോദരങ്ങൾ, ഈ ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ, ഈ ക്ലാസ്സിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയോടെ ഞാൻ പറയണത്. ഇത് നമ്മളെ പരലോകത്തേക്ക് ഗുണമല്ലാതെ ഒരിക്കലും ഈ ഇരിക്കുന്ന സമയം, ഈ ഒരു 35 മിനിറ്റ് 40 മിനിറ്റ് സമയം നമുക്ക് നഷ്ടപ്പെടില്ല. ഇനി ഇത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചോളി. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅനാ. പടച്ചോനെ, ഒരുപാട് ഒന്നും എനിക്ക് ഓർമ്മല്ല റബ്ബേ, ഇതൊക്കെ നാളെ നിൻ്റെ രേഖയിൽ വരും പടച്ചോനെ, പുറത്തു കൊണ്ട പടച്ചോനെ. എങ്ങനെ മനസ്സിലായില്ല? നിങ്ങൾ പറഞ്ഞ ക്ലിക്ക് ജമ്മാക്കി നിസ്കരിക്കാം. ജമ്മാക്കി നിസ്കാരം സഹിയാണ്. ജമ്മാക്കേണ്ട സമയത്ത് ജമ്മാക്കണം, കസറാക്കേണ്ട സമയത്ത് കസറാക്കണം. അതൊന്നും തെറ്റല്ല. അതൊക്കെ ജമ്മും കസറും അനുവദിച്ച ഇളവുകളിൽ പെട്ടതാണ്, നമുക്ക് തന്ന ഇളവ്. എങ്ങനെ? കസറ് യാത്രയിൽ മാത്രം. കസറ് ചുരുക്കുക, 4 ഉള്ളത് 2 ചുരുക്കൽ ഏതിൽ മാത്രം? യാത്രയിൽ മാത്രം. മറ്റേത് എന്തേ പറ്റുള്ളൂ? അതല്ലാത്ത അവസ്ഥകളിൽ നമുക്ക് പറ്റുള്ളൂ, അനുവദിക്കുക. അത് ഒരു സമയത്ത് ളുഹറിൻ്റെ കൂട്ടത്തിൽ എന്ത് നിസ്കരിക്കുക? അത് ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കുക, തഹീറും ആക്കുക, തക്ദീമും ആക്കുക. അസറിനെ ഇങ്ങോട്ട് മുന്തിക്കുക, ളുഹറിനെ അസറിലേക്ക് പിന്തിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ആശുപത്രി കേസിൽ പെട്ടുപോയി, നിസ്കരിക്കാൻ സുഖമില്ലാതെ അതിനുള്ളിൽ പെട്ടു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കൂടി ഒരുമിച്ച്
നിസ്കരിക്കുക. അങ്ങനത്തെ കാര്യം യാത്ര കസർ ചുരുക്കുക എന്നുള്ളത് എത്രേ പറ്റുള്ളൂ? ളുഹർ 4/2 ചുരുക്കൽ യാത്രയിൽ മാത്രമേ പാടുള്ളൂ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളും മനസ്സിലാക്കി തരട്ടെ. അള്ളാഹു തആല നമ്മളെ മക്കളെ സാലിയ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് അള്ളാഹു ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. മാരകമായ പ്രയാസമേറിയ എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2 കാര്യങ്ങൾ ബൗട്ടാക്ക് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാളെ ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാകും, ഞായറാഴ്ചത്തെ ക്ലാസ്. രണ്ടാമത്തെ കാര്യം, പെട്ടി കുറ്റി മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പെട്ടിയിലും കുറ്റിയിലും ഇടുന്നത് മറക്കാതെ ചെയ്യുക. അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.